വെൽക്കം ടു ലിസ്ബത്ത് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പുഡിങ്ങാണ്, കാരമൽ ബ്രെഡ് പുഡിങ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് കുട്ടികൾക്ക് വരെ തയ്യാറാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പാലിൽ സോക്ക് ചെയ്യാം. ഞാനിവിടെ 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള പാൽ വേണം. പുഡിങ്ങിന് ആവശ്യമായ മധുരം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം വേണം നിങ്ങളിതിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയും പിന്നെ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും ഒരു 2 പിഞ്ച് ഉപ്പും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. ഇപ്പോൾ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ സിറപ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് വേണേലും കാരമൽ സിറപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഏത് പാത്രത്തിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രം നമ്മളിവിടെ റെഡിയാക്കി വെക്കണം. കാരണം ഈ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് കട്ടയാവും. ഈ പുഡിങ് നമ്മൾ സ്റ്റീം ചെയ്താണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടണം. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും നമ്മൾ ഇളക്കണമെന്നില്ല. ഞാൻ ഈ പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റീം ചെയ്യുന്ന പാത്രമാണിത്. സിറപ്പ് ഉണ്ടാക്കി നമ്മൾ ഇതിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാനിത് എളുപ്പം നമുക്കിത് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് പൂത്തിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. സൂക്ഷിച്ച് വേണം തയ്യാറാക്കാൻ. ഇപ്പോൾ ചെറുതായിട്ട് ബ്രൗണായി തുടങ്ങി. ഇനി പെട്ടെന്നാവും ഇത്. ഇത്തിരി ബ്രൗണായി കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്, ഉണ്ടോ? ഇപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവും. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്യാം. ഇനി സോക്ക് ചെയ്യാൻ വെച്ച ബ്രെഡും പാലും നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി സ്റ്റീം ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഒട്ടും വെള്ളമൊന്നും അകത്തേക്ക് പോരുതായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വെള്ളം ചൂടാക്കാൻ നേരത്തെ വെച്ചിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിയുമ്പോൾ നമുക്കൊരു മീഡിയത്തിലേക്ക് വെക്കാം. ഒരു 15 മിനിറ്റും കൂടെ വെച്ചിട്ട് ടോട്ടൽ ഒരു 30 മിനിറ്റ് വേണം. അപ്പോഴത്തേക്കും നന്നായിട്ട് വരും. പുഡിങ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റായി.
ഇനി നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. കണ്ടിട്ട് വെന്തം തോന്നുന്നുണ്ട്. നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 30 മിനിറ്റ് ആയപ്പം പുഡിങ് നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് പുറത്തിരുന്ന് നല്ലതുപോലെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചിടാം. അപ്പോൾ അതിന് മുന്നേ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യൽ ഇതിൽ നിന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, തിരിക്കാം. പതുക്കെ പ്ലേറ്റ് ഒന്ന് പതുക്കെ തട്ടിക്കൊടുക്കാം. എടുത്ത് നോക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇത് പുഡിങ് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തിരിച്ച് ഇതുപോലെ ഇട്ടിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഈ പുഡിങ് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കാരമൽ സിറപ്പ് എല്ലാം കൂടെ മുകളിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ് ആണോ എന്നൊക്കെ നോക്കണ്ടേ. ഞാനിതിലൊരു പീസ് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാകത്തിന് മധുരമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഹാർഡും അല്ല ഒത്തിരി സോഫ്റ്റും അല്ല, കറക്റ്റ് ആണ്. അപ്പോൾ ഈ പരുവത്തിന് വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.